അടിമുടി ദുരൂഹമാണ് തിരുവനന്തപുരം ഇടപ്പഴഞ്ഞിയിലെ ഹോട്ടൽ ഉടമയുടെ മരണം. വഴുതക്കാടുള്ള കേരള കഫേ എന്ന സ്ഥാപനത്തിന്റെ ഉടമ ജസ്റ്റിൻ രാജിനെ കൊലപ്പെടുത്തിയതെന്നാണ് സംശയം. അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന വീടിന് പുറകിൽ നിന്നാണ് മൃതദേഹം ലഭിച്ചത്. സംഭവത്തിൽ 7 അതിഥി തൊഴിലാളികളെ മ്യൂസിയം പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഭവ സ്ഥലത്തു നിന്നും അഷിൻ ഡിയാഗോ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇടപ്പഴിഞ്ഞിയിലുള്ള വീട്ടിൽ നിന്നുമാണ് വയോധികന്റെ മൃതദേഹം കണ്ടെത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വൈകുന്നേരത്തോടു കൂടിയാണ് ഈ ഒരു മൃതദേഹം ഈ കാണുന്ന വീട്ടിൽ നിന്ന് ലഭിക്കുന്നതും. ഇടപ്പഴിഞ്ഞി സ്വദേശിയായിട്ടുള്ള ജസ്റ്റിൻ രാജ് എന്ന 60-കാരനാണ് മരണപ്പെട്ടത്. വഴുതക്കാട്ട് കേരള കഫേ എന്ന സ്ഥാപനത്തിൻ്റെ ഉടമയാണ് ഇദ്ദേഹം എന്നുള്ളതാണ് CPM മുൻ ജില്ലാ സെക്രട്ടറി M സത്യനേഷിൻ്റെ മകളുടെ ഭർത്താവ് കൂടിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ ഈ കേരള കഫേ എന്ന സ്ഥാപനത്തിലെ ജീവനക്കാർ താമസിച്ചിരുന്ന ഒരു വാടക കെട്ടിടമാണിത്. ഇവിടെ 9 പേരാണ് താമസിച്ചിരുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. ഇതിൽ 7 പേരെ ഇപ്പോൾ നിലവിൽ മ്യൂസിയം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 2 പേരെ കാണാനില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇദ്ദേഹം രാവിലെയോടുകൂടി ഒരു സുഹൃത്തിൻ്റെ വാഹനം വാങ്ങി ഇവിടെ എത്തിയതായിരുന്നു. പിന്നീട് ഇദ്ദേഹത്തെ കണ്ടിരുന്നില്ല. അങ്ങനെ വാഹനം അന്വേഷിച്ച് എത്തിയപ്പോഴാണ് സുഹൃത്ത് ഈ വീട്ടിലേക്ക് എത്തുകയും ആ സമയം ഇവിടെ ഉണ്ടായിരുന്ന ഒരാളോട് ഇത്തരത്തിൽ ഈ ജസ്റ്റിനെ കാണാനില്ല എന്നറിയിക്കുകയും അവർ പുറകിലേക്ക് ചെന്ന് നോക്കിയപ്പോൾ മരണപ്പെട്ട് കിടക്കുന്ന രീതിയിൽ ജസ്റ്റിനെ കണ്ടെത്തുകയുമായിരുന്നു. അദ്ദേഹത്തെ ചോരപ്പാടുകളുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പിന്നീടാണ് 2 പേർ ഇവിടെ ഇല്ല എന്നുള്ളതും മനസ്സിലാക്കുന്നതും. ഈ സുഹൃത്തിൻ്റെ വാഹനം വാങ്ങിയാണ് ജസ്റ്റിൻ ഇവിടെ എത്തുന്നത്. ഈ വാഹനത്തിൽ ഈ 2 പേർ ഇവിടെ നിന്നും കടന്നു കളഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ പോലീസ് സംശയിക്കുന്നത്. മാത്രമല്ല ഈ 7 പേരും ഇതര സംസ്ഥാന തൊഴിലാളികളായ 7 പേരെയും മ്യൂസിയം പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്തു വരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മാത്രം കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് ഈ ഒരു വാടക കെട്ടിടത്തിലേക്ക് ഈ തൊഴിലാളികളെ മാറ്റിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ ഉടമ കൃത്യമായി തന്നെ എത്ര പേരുണ്ടായിരുന്നു എന്നുള്ളത് ഓർക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. മാത്രമല്ല ഇതേക്കുറിച്ചുള്ള മറ്റ് കാര്യങ്ങൾ അദ്ദേഹത്തിനും അറിയില്ല എന്നുള്ളതാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. എന്തായാലും മ്യൂസിയം പോലീസ് പറയുന്നതനുസരിച്ച് ഇതൊരു കൊലപാതകം ആകാനുള്ള സാധ്യതയാണ് ഉള്ളത് എന്നുള്ളതാണ്. കൊലപാതകം ആണോ എന്നുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ച് വരുന്നുണ്ട്. ഇവിടെ നിലവിലിപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. അതിനുശേഷം പോസ്റ്റ്മോർട്ടത്തിനൊക്കെ ശേഷമായിരിക്കും ഒരു മരണകാരണം സംബന്ധിച്ചുള്ള കൂടുതൽ വ്യക്തത വരികയുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കസ്റ്റഡിയിലുള്ള 7 ഇതര സംസ്ഥാന തൊഴിലാളികളെ പോലീസ് വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയും ചെയ്യും. കാണാനില്ല എന്ന് പറയുന്ന 2 പേർക്ക് വേണ്ടിയുള്ള അന്വേഷണവും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഇവർക്കൊപ്പം മോഷ്ടിക്കപ്പെട്ട ഈ ഒരു വാഹനവും ഇരുചക്ര വാഹനത്തിൻ്റെ നമ്പർ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നതും. കൂടുതൽ വിശദാംശങ്ങൾ ഈ പോസ്റ്റ്മോർട്ടത്തിനും അതുപോലെ തന്നെ ഇൻക്വസ്റ്റിന് ശേഷം മാത്രമേ അറിയൂ എന്നുള്ളതാണ് പോലീസിൽ നിന്നും മനസ്സിലാക്കുന്നതും. വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ അഷിൻ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ മരണത്തിൽ ദുരൂഹത തുടരുകയാണ്. മരണകാരണം എന്തെന്നതിലടക്കം വ്യക്തത വരേണ്ടതുണ്ട്. അഷിൻ ഡിയാഗോയാണ് വിശദാംശങ്ങൾ നൽകിയത്.